ഗൈസ്, ഇത് എപ്പിസോഡ് 2. എപ്പിസോഡ് 1-ൽ നമ്മൾ ഹാക്കിങ്ങിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷനും പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ നമ്മളെ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, എങ്ങനെയൊക്കെ നമ്മളെ ഹാക്ക് ചെയ്യാം, പൊതുവേ ആളുകൾ ഉപയോഗിക്കുന്ന മേഖലകൾ എന്തൊക്കെ എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അതിലൊന്ന് കീലോഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൗസും കീബോർഡും മാത്രമാണ് നമ്മുടെ സിസ്റ്റത്തിന് കമാൻഡ്സ് കൊടുക്കാൻ. നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കീബോർഡ് വഴിയാണ്. അപ്പോൾ ഈസി അല്ലേ? ആളുകൾ ചിന്തിച്ചു എന്തുകൊണ്ട് ആ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഒപ്പിയെടുത്തുവിടാം. നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, പല വെബ്സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണോ, ഫ്രീ ആയിട്ട് വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, ഇങ്ങനെ പല എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഫ്രീ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാളും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു കീലോഗർ സോഫ്റ്റ്വെയറുകൾ, പ്രോഗ്രാമുകൾ ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, ഇങ്ങനെ പല സോഫ്റ്റ്വെയറുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതുക്കുഴി ഉണ്ടാവുമല്ലോ, അതാണ് കീലോഗർ. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഈവൻ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ATM കാർഡുകളുടെ പിന്ന്, CVV പലതും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ അവർ ഒരു ഫയലായിട്ട്, ലോഗ് ഫയലായിട്ട് സൂക്ഷിക്കും. എങ്ങാനും നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ നേരെ അങ്ങ് അയച്ചു കൊടുക്കും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന്. ഇതാണ് കീലോഗർ മെത്തേഡ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അത് ഒപ്പിയെടുക്കുന്ന പരിപാടി. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഫേക്ക് വയർലെസ് ആക്സസ് പോയിൻറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനലേ വെല്ലുന്ന വയർലെസ് എന്ന് വെച്ചാൽ, കുറച്ചും കൂടി മനസ്സിലാക്കി തന്ന ഫ്രീ വൈഫൈ കൊടുക്കാൻ. നമ്മൾ കുറേ വൈഫൈകൾ എടുത്തിട്ടുണ്ട്, പബ്ലിക് വൈഫൈസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ റെയിൽ വയറിൻ്റെ ഒരു വൈഫൈ ഉണ്ടാവും. ചില ബസ് സ്റ്റോപ്പുകളിലുണ്ട് വൈഫൈ, ചില ബസ്സുകളിൽ ഫ്രീ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എയർപോർട്ടുകളിൽ. അപ്പോൾ അതിൻ്റെ അതേ പേര് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത് മിക്കവാറും റെയിൽ വയറൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു വൈഫൈ നമ്മുടെ മൊബൈലിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടിട്ട് അതിൻ്റെ പേര് അങ്ങ് റെയിൽ വയർ എന്ന് കൊടുത്തു. അപ്പോൾ ആളുകൾ റെയിൽവേ സ്റ്റേഷൻ വൈഫൈ ആണ് അങ്ങ് കണക്ട് ചെയ്യും. അതിലോ ഭയങ്കര ഫാസ്റ്റ് നെറ്റ്വർക്കും കൂടി ആയിരിക്കും. അപ്പോൾ ആളുകളത് യൂസ് ചെയ്യും. പക്ഷേ അത് ഫേക്കാണ്. ഇതിലൂടെയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണക്ട് ചെയ്യുന്നത് അവരുടെ ആ ഒരു മൊബൈൽ വഴിയോ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് വഴിയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇടയിൽ നിൽക്കുന്നവർക്ക് നമ്മുടെ ഡാറ്റാസും, നമ്മുടെ പ്രൈവറ്റ് ഡാറ്റാസും ഈസി ആയിട്ട് കട്ടെടുക്കാൻ പറ്റും. പിന്നെ ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇതിനെങ്ങനെ നമ്മൾ എതിർക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പബ്ലിക് വൈഫൈകൾ ഉപയോഗിക്കുമ്പോൾ VPN പോലെയുള്ള വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുക. മൂന്നാമത്തതാണ് ഫിഷിംഗ്. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. ഫേസ്ബുക്ക് പോലെയുള്ള, ഗൂഗിൾ പോലെയുള്ള, അത് പക്ക ഗൂഗിളിൻ്റെ ആ ഒരു ഡിസൈൻ എന്താണോ അതുപോലെ പക്ക ഡിസൈനിൽ വേറെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നാ ഗൂഗിളാണോ? അല്ല. എന്നാ കണ്ട ഗൂഗിളാണോ? എന്നാ ആണേനോ? ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട്, ചിലപ്പോൾ ഫേസ്ബുക്ക് ആകാം, ഫേസ്ബുക്കിൻ്റെ ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട്, കണ്ടാൽ ഒറിജിനൽ ഫേസ്ബുക്ക് തന്നെ, നമ്മൾ ആ വെബ്സൈറ്റിൽ കയറും. നമുക്ക് ലിങ്ക് വഴിയായിരിക്കും അതിൻ്റെ ലിങ്ക്, നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് വഴിയായിരിക്കും നമുക്ക് ആ ലിങ്ക് കിട്ടുക. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും, നമ്മൾ ആ ഫേസ്ബുക്കിൽ കയറും. നമ്മൾ ഒറിജിനൽ ഫേസ്ബുക്ക് ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ യൂസർ നെയിം, നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കും. അതോടുകൂടി തന്നെ അത് ഫേക്കാണ്. അവർക്ക് നമ്മുടെ പാസ്വേഡും കിട്ടും, യൂസർ നെയിമും കിട്ടും. ഇനി വേറെ എന്തെങ്കിലും വേണോ? അവർക്കത് പോരെ. പിന്നീട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെതായിട്ടുള്ള ഒറിജിനൽ വെബ്സൈറ്റിലോട്ട് നമ്മുടെ റീഡയറക്റ്റ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫേക്കാണെന്ന് അവർ തന്നെ കാണിച്ചു തരും. അവർക്ക് കിട്ടാനുള്ളത് കിട്ടി, ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കിട്ടി. ഇങ്ങനെ പല സൈറ്റുകളുടെയും ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റുകളുണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടാൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് ഒറിജിനൽ ഏതാണെന്ന് കണ്ടാൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരേ ഒരു വഴി ആ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. ഇപ്പോൾ ചിലപ്പോൾ www.google.com google.com അവരെന്തു ചെയ്യും? അതിൽ 2 O ഉണ്ട്. ആ O ഒന്ന് മാറ്റി E ആക്കാം, A ആക്കാം. പെട്ടെന്ന് കണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് കാണാം ഗൂഗിളിനായിരിക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ ഒരു ലിങ്കിൽ അവർ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡാറ്റാസ് കടത്തിക്കൊണ്ട് പോകുന്നത്. നാലാമത്തെ മെത്തേഡാണ് വൈറസ് അല്ലെങ്കിൽ ട്രോജൻ. വൈറസ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. സോഫ്റ്റ്വെയർ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ എങ്ങനെയെങ്കിലും നമ്മുടെ സിസ്റ്റത്തിലോട്ട് വൈറസോ ട്രോജനോ കയറിക്കൂടും. ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാസ് കട്ടെടുക്കുക,
ഇല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് ലോക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള എന്താ പറയുക അന്തമിട്ട പരിപാടികളാണ് അവർ ചെയ്യുക, നമുക്ക് പണി തരുന്ന പരിപാടികൾ. ഇതിൽ വൈറസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കയറിയിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ പെറ്റി പെരുകിയിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്റ്റോറേജ് ഇല്ലാതാക്കുക, ഡാറ്റാസ് ഡിലീറ്റ് ചെയ്ത് കളയുക, നമ്മുടെ സിസ്റ്റത്തിനെ ഡാമേജ് ആക്കി കളയുക. ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് വൈറസിൻ്റെ അടുത്തുള്ളത്. ട്രോജൻ നമ്മൾ അറിയത്തെ പോലുമില്ല, അങ്ങനെ ഒരു സാധനം കയറിയൊന്നും പോലും നമ്മൾ അറിയത്തില്ല. നമ്മളെ ഇടങ്ങേറാക്കാതെ നമ്മുടെ പെർമിഷനും കൂടി ഇല്ലാതെ നമ്മുടെ സാധനം ബാക്ക് ഡോർ വഴി പിൻവാതിൽ വഴി അങ്ങനെ അയച്ചു കൊടുക്കും. അത് പ്രൊഡ്യൂസ് ചെയ്ത ആളുകൾക്ക് നമ്മൾ അറിയത്തില്ല, അത് പ്രവർത്തിക്കണമെന്ന് അറിയത്തില്ല, നമ്മുടെ പെർമിഷനും വേണ്ട. ട്രോജൻ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസിന് യാതൊരു ഡാമേജും ഉണ്ടാവില്ല, നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് അവരങ്ങാണ്ട് എടുത്തു പോകും. ഇതാണ് ട്രോജൻ്റെ പരിപാടി. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മുന്തിയ ആൻറ്റിവൈറസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിയതെന്ന് ഉദ്ദേശിച്ചത് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതല്ല. എന്തായാലും ആൻറ്റിവൈറസുകൾ പെയ്ഡ് വണ്ണാണ് ഏറ്റവും ബെറ്റർ, അല്ലാതെ ഫ്രീ ആൻറ്റിവൈറസുകൾ കൊണ്ട് കാര്യമില്ല. അപ്പോൾ പെയ്ഡ് ആൻറ്റിവൈറസുകൾ വാങ്ങിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. അപ്ഡേഷൻ വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുക, ഫ്രീക്വൻ്റ്ലി സ്കാൻ ചെയ്യുക. ട്രോജനുകളും വൈറസുകളും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അഞ്ചാമത്തെ മെത്തേഡാണ് ക്ലിക്ക് ജാക്കിംഗ് അറ്റാക്സ്. ക്ലിക്ക് ജാക്കിംഗ് അറ്റാക്സ് ഒരു അറ്റാക്കാണെന്ന് പറയത്തില്ല, പക്ഷേ വേറെ രീതിയിലും ഒരു അറ്റാക്കാണ്. അവർ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഇപ്പോൾ ടൊറൻറ്റ് പോലെയുള്ള സൈറ്റുകൾ നമ്മൾ കയറിയിട്ടുണ്ടാവും, ഈ മൂവി ഡൗൺലോഡ് ചെയ്യാൻ, പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ. അതിൻ്റെ അകത്ത് വെബ്സൈറ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ധാരാളം ഡൗൺലോഡ് നൗ കണ്ടിട്ടുണ്ടാവും, പ്ലേ നൗ ഡൗൺലോഡ് നൗ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ. അപ്പോൾ നമ്മൾ അതിൽ കയറി ക്ലിക്ക് ചെയ്യും. അതിലേതെങ്കിലും സ്പെസിഫിക് ഡൗൺലോഡ് നൗ മാത്രമായിരിക്കും ഒറിജിനൽ, ബാക്കിൽ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റിൽ കയറി ക്ലിക്ക് ചെയ്യും. അതോടുകൂടി നമ്മൾ വേറൊരു സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇങ്ങനെ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് വേറെ സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ ഒരു സൈറ്റിൽ ഒരു ആഡ് ഉണ്ടാവും. ഈ ആഡ് നമ്മൾ കാണുന്നതോടുകൂടി അവർക്ക് അവിടെ ക്യാഷ് കിട്ടും. ഇതാണ് അവർ ചെയ്യുന്ന ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഈ ഫിഷിങ്ങും ഈ ഒരു ക്ലിക്ക് ജാക്ക് അറ്റാക്കും കൂടി മിക്സ് ചെയ്തുകൊണ്ടൊരു പരിപാടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഡൗൺലോഡ് നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫിഷിംഗ് സൈറ്റിലോട്ട് നമ്മൾ കൊണ്ടുപോകും. അത് നമ്മളോട് പറയും ഈ ഒരു മൂവി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പാട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്യൂ. അത് കൊണ്ടുപോയത് ഫിഷിംഗ് സൈറ്റിലേക്കാണ്. നമുക്കതറിയില്ല, ഒറിജിനൽ ലെവലിൽ ഡ്യൂപ്ലിക്കേറ്റ്. നമ്മളതിൽ കയറി നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കും. എന്നിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നേരെ റീഡയറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് തരും. അവർക്ക് കിട്ടി നമ്മുടെ യൂസർ നെയിം പാസ്വേഡും. അപ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്കും കൂടിയും ഇതിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ആറാമത്തെ മെത്തേഡാണ് കുക്കീസ് തെഫ്റ്റ്. കുക്കീസ് കട്ടെടുക്കുന്ന കള്ളന്മാർ. കുക്കീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത്, നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് ഒരു ക്യാഷ് മെമ്മറി ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ FBയിൽ കയറിയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാണ്. നമ്മൾ കുറേ ഫോട്ടോസ് കണ്ടു, കുറേ പോസ്റ്റുകൾ കണ്ടു, കുറേ വീഡിയോസ് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന് ഫോൺ എടുത്തു, രണ്ടാമത് FB എടുത്തു. നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ മുതലാണ് രണ്ടാമത് കാണൽ തുടങ്ങുക, അല്ലാതെ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യില്ല സ്ക്രോളിങ്. അപ്പോൾ ഇത് എവിടെയോ സേവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു സേവിങ് ആണ് കുക്കീസ് എന്ന് പറയുന്നത്. ഈ സേവ് ചെയ്ത ഫയലിനെയാണ് കുക്കീസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രൗസിങ് ഹിസ്റ്ററി, നമ്മൾ എന്തൊക്കെ ബ്രൗസ് ചെയ്തു എന്നുള്ള ഹിസ്റ്ററി, നമ്മുടെ യൂസർ നെയിം, നമ്മുടെ പാസ്വേഡ്, നമ്മൾ എന്തെങ്കിലും സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ATM കാർഡിൻ്റെ പിന്നോ അക്കൗണ്ട് നമ്പറോ CVVയോ OTP കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുക്കീസ് എന്നുള്ള പേരിൽ സേവ് ചെയ്യപ്പെടും. നമ്മുടെ മൊബൈൽ സെർവറിലും ഇല്ലെങ്കിൽ സെർവർ സൈഡിലും ഇത് സേവ് ചെയ്യും. അപ്പോൾ ഈ ഒരു കുക്കീസ് ഒരു ഹാക്കറിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിം അതിലുണ്ട്, നമ്മുടെ പാസ്വേഡ് അതിലുണ്ട്, നമ്മുടെ പിന്ന്, നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒക്കെ അതിലുണ്ട്. അപ്പോൾ കുക്കീസ് കട്ടെടുത്തുകൊണ്ട് നമ്മുടെ ഇൻഫർമേഷൻ ചോർത്തുന്ന പരിപാടിയും കൂടിയുണ്ട്. ഇതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ്ലി ആയിട്ട് നിങ്ങളുടെ കുക്കീസ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബ്രൗസറിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഫയർഫോക്സ് പോലെയുള്ള ബ്രൗസറുകളെല്ലാം നമ്മുടെ കുക്കീസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിപാടിയുണ്ട്. എല്ലാ ബ്രൗസറും അത്ര പ്യുവറൊന്നുമല്ല, അവർക്കും പല തട്ടിപ്പുകളുണ്ട്. കുക്കീസ് മറിച്ച് വെക്കുന്ന പരിപാടി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കീസ് എപ്പോഴും ഫ്രീക്വൻ്റ്ലി ആയിട്ട് കളയാൻ ശ്രമിക്കുക. ആറാമത്തെ മെത്തേഡാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇതൊരു മെത്തേഡാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പാസ്വേഡ് വെറും 4 അക്കമേ ഉള്ളൂ. അത് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ജോൺ എന്നുള്ളൊരു പേര്, JOHN, ഇതാണ് എൻ്റെ പാസ്വേഡ്. ഇതാണ് എൻ്റെ പാസ്വേഡ് എങ്കിൽ
ഇവർ ഓരോ കോമ്പിനേഷൻസ് ട്രൈ ചെയ്ത് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് കോമ്പിനേഷനുകൾ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. 4 അക്ഷരമാണ് എൻ്റെ പാസ്വേഡ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ കോമ്പിനേഷൻ നോക്കും. എ എ എ എ എ എ എ ബി എ എ എ സി, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ജോൺ കിട്ടുമല്ലോ. ഇങ്ങനെയാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പാസ്വേഡ് കണ്ടെത്തുന്ന പരിപാടി. പക്ഷേ നമ്മൾ ജോണിന് പകരം ജോൺ $100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇന്നും നാളെ ആൾക്ക് പാസ്വേഡ് കിട്ടില്ല. വർഷങ്ങളെടുക്കും ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പാസ്വേഡ് കിട്ടാൻ. കാരണം ജോൺ മാത്രമല്ല ഞാനതിൽ ഉപയോഗിച്ചത്, ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. 100 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ഈവൻ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എത്ര ഉണ്ട് നോക്കാൻ പറ്റും. എ മുതൽ Z വരെ ഉണ്ട്. അപ്പോൾ അത്രയും കോമ്പിനേഷൻ വേണം. 100 എന്ന് പറയുന്നത് 0 മുതൽ 9 വരെ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയും കോമ്പിനേഷൻ എക്സ്ട്രാ വേണം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എത്ര ഉണ്ട്? എന്ന് പറയുന്നതും ഡോളർ എന്ന് പറയുന്നതും സ്പെഷ്യൽ ക്യാരക്ടറാണ്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം അവർക്ക് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാൻ. ഇതവർ സ്വയം ടൈപ്പ് ചെയ്തിട്ടല്ല ട്രൈ ചെയ്യുന്നത്. അവർ ട്രൈ ചെയ്യണത് ബോട്ടുകൾ നിർമ്മിച്ചിട്ട് കമ്പ്യൂട്ടറുകൾ സ്വയം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ജിമെയിൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ബ്രൂട്ട് ഫോഴ്സ് വിട്ടുകളഞ്ഞു. കാരണം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എടുക്കും, കൂടുതൽ സമയം എടുക്കും. കോമ്പിനേഷൻ ട്രൈ ചെയ്യാൻ തന്നെ ആദ്യം എ ട്രൈ ചെയ്യും, അറ്റംപ്റ്റ് ഫെയിൽഡ്. എ ബി ട്രൈ ചെയ്യും, അറ്റംപ്റ്റ് ഫെയിൽഡ്. ഇങ്ങനെ ട്രൈ ചെയ്യണമല്ലോ. ഇതിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 ഫെയിൽ അറ്റംപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അങ്ങ് സസ്പെൻഡ് ചെയ്ത് കളയും. ഒരു 20 മിനിറ്റ് ആവാം, ചിലപ്പോൾ അരമണിക്കൂറാകാം. പിന്നെ ആ അരമണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയും നമ്മൾ റോങ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും അതിലേറെ സമയം സസ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു സസ്പെൻഡ് ചെയ്യുന്ന ആ ടൈമും കൂടിയും നമ്മൾ കൊടുക്കണം. അപ്പോൾ അതൊക്കെ അവർ വിട്ടുപോയി. ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ഇന്ന് കളഞ്ഞു. പിന്നെ ജിമെയിൽ പോലെയുള്ള സോഷ്യൽ മീഡിയകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജിമെയിലിൽ 5ൽ കൂടുതൽ അറ്റംപ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിലോട്ട് തന്നെ ഒരു മെയിൽ വരും. എന്ത് മെയിൽ? നിങ്ങളുടെ അക്കൗണ്ട് ആരോ ട്രൈ ചെയ്തു, പാസ്വേഡ് റോങ് ആയതുകൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആരോ ട്രൈ ചെയ്യുന്നുണ്ട്, ആരോ എവിടെ ഇരുന്ന് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മെത്തേഡുകളുണ്ട്. പിന്നെ പണ്ട് എന്നല്ല, കുറച്ചു മുന്നേ നമ്മുടെ ഇന്ത്യയിലൊരു ചങ്ങായി കാട്ടിക്കൂട്ടിയതാണ്. ഒരാളുടെ ഇൻസ്റ്റഗ്രാം തുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ മൊബൈലിലല്ലാതെ വേറൊരാളുടെ മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും മാത്രം പോരല്ലോ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ OTP അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് കൊടുക്കാതെ എങ്ങനെ കയറാമെന്ന് അയാൾ ആലോചിച്ചപ്പോൾ അയാൾ ട്രൈ ചെയ്തൊരു മെത്തേഡായിരുന്നു. 200 കമ്പ്യൂട്ടറുകളിൽ ഒരു ടൈമിൽ തന്നെ 200 സെർവറുകളിൽ നിന്നും റിക്വസ്റ്റ് കൊടുത്തു ആ ഒരു ഇൻസ്റ്റഗ്രാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റഗ്രാം ID 200 സിസ്റ്റത്തിന് ഒരേ സമയത്ത് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു. അതിൽ ഒരു 3-4 സിസ്റ്റത്തിൽ OTP ഇല്ലാതെയും ഒരേ ടൈമിലായതുകൊണ്ട് തന്നെ 200 റിക്വസ്റ്റ് ഒരേ സമയത്ത് ഈ ലോഗിനിലോട്ട് വന്നപ്പോൾ 3-4 സിസ്റ്റത്തിൽ OTPയും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇല്ലാതെയും ഓപ്പണായി. ഒരാൾ വിചാരിച്ചിറങ്ങിയാൽ പറ്റുന്നുള്ള കാര്യം മനസ്സിലായില്ലേ? 8ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, +2 റിസൾട്ട് വന്നു, പക്ഷേ സൈറ്റ് ഹാങ് ആണ്, സൈറ്റ് എന്താ പറയുക ഓൺഗോയിങ് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്, നാളെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. എന്താ സംഭവം? റിസൾട്ട് വന്നു, റിസൾട്ട് പറയാണ് നാളെ രാവിലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ റിക്വസ്റ്റ് അങ്ങ് കൊടുക്കും. എന്ത് റിക്വസ്റ്റ്? എൻ്റെ റിസൾട്ട് എന്തായി? ഒരേ ടൈമിലായിരിക്കും ഏകദേശം 10 മണിക്ക് റിക്വസ്റ്റ്. 10 മണിക്ക് സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10 മണി മുതൽ തന്നെ ആളുകൾ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരേ സെർവറിലോട്ട് ഇത്രയും റിക്വസ്റ്റുകൾ വരുമ്പോൾ സിസ്റ്റം ഹാങ് ആവും. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കമ്പ്യൂട്ടറിനെ എടുത്ത് നോക്കാം. നമ്മുടെ മൊബൈലും നമ്മുടെ കമ്പ്യൂട്ടറും ഹാങ് ആവാറില്ലേ? എന്തുകൊണ്ടാണ്? ഒരേ സമയത്ത് തന്നെ കുറേ റിക്വസ്റ്റുകൾ വന്നുകൊണ്ട് നമ്മുടെ ഒരു i3 സിസ്റ്റം ആണെങ്കിൽ, i3 പ്രൊസസ്സറുള്ള സിസ്റ്റം ആണെങ്കിൽ ഒരു 5-6 സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നോക്കിയേ. 5-6 സോഫ്റ്റ്വെയർ ഒരേ സമയത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സിസ്റ്റം ഹാങ് ആവും താങ്ങാതെ. ഇതന്നെയാണ് കണ്ടിന്യൂസ് റിക്വസ്റ്റ് പല സെർവറിൽ നിന്നും ഈ ഒരു സെർവറിലോട്ട് വന്നുകൊണ്ട് ആ ഒരു സെർവറിനെ ബ്ലോക്ക് ചെയ്ത് ഡാമേജ് ആക്കി അതിനെ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. ഇതിനെയാണ് കണ്ടിന്യൂസ് റിക്വസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടിന്യൂസ് റിക്വസ്റ്റ് അറ്റാക്ക് തന്നെ ആയിരുന്നു ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഇന്ത്യയിലെ ആ ഇൻസ്റ്റഗ്രാം ID തുറപ്പിക്കാൻ വേണ്ടിയിട്ട്
ഒരു ലോഗിനിലോട്ട് 200 സിസ്റ്റത്തിൽ നിന്ന് കയറി എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു മെത്തേഡാണ് അദ്ദേഹം ഉപയോഗിച്ചത്. 9ാമത്തെ മെത്തേഡ് എന്താ? സോഷ്യൽ എഞ്ചിനീയറിങ്. സംസാരിക്കാൻ കഴിവുണ്ടോ? ഈസി ആയിട്ട് പറ്റിക്കുക. ഇതെന്താ സംഭവം? ടെക്നിക്കലായിട്ട് ഒന്നും അറിയാത്തോലാണ് വിളിച്ചിട്ട് പറയും, ഹലോ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഒന്ന് പറഞ്ഞു തരുമോ, ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, ഇന്ന കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒറ്റയടിക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വാങ്ങുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ എഞ്ചിനീയറിങ്. അപ്പോൾ ഇങ്ങനെയൊക്കെ, ഇത് ഞാൻ ഏകദേശം ഒരു കോമൺ മെത്തേഡേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ മെത്തേഡ് വഴി നമ്മളെ തകർക്കാനും നമ്മളെ ഹാക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം നമ്മൾ സേഫാണ്.